ഹെർക്കുലീസും തീതുപ്പുന്ന രാക്ഷസനും. ഗ്രീക്ക് പുരാണത്തിലെ വീരനായകനാണ് ഹെർക്കുലീസ്. ഒരിക്കൽ ഹെർക്കുലീസും ഒരു കൂട്ടം പടയാളികളും കൂടി ദേശസഞ്ചാരം നടത്തുകയായിരുന്നു. അതിനിടയിൽ ഒരു നാട്ടിലെത്തിയപ്പോൾ ഗരിയോൺ എന്നു പേരുള്ള ഒരു പരാക്രമി ഹെർക്കുലീസിനെയും കൂട്ടരെയും തടഞ്ഞു നിർത്തി. ഈ നാട് കടന്നു പോകണമെങ്കിൽ എന്നെയും എൻ്റെ പടയാളികളെയും തോൽപ്പിക്കണം, അല്ലാതെ കടത്തിവിടില്ല, ഗരിയോൺ ആക്രോശിച്ചു. പിന്നെ അവിടെ വലിയൊരു പോരാട്ടമാണ് നടന്നത്. അതിശക്തമായ മല്ലയുദ്ധത്തിനിടയിൽ ഹെർക്കുലീസ് ഗരിയോണിനെ അടിച്ചു നിലംപരിശാക്കി. ഗരിയോണിന് ധാരാളം പശുക്കളും കാളകളുമുണ്ടായിരുന്നു. ഹെർക്കുലീസും കൂട്ടരും ആ പശുക്കളെയും കാളകളെയുമെല്ലാം കെട്ടിവലിച്ച് തങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്ര തുടർന്നു. മലകളും പുഴകളും കൊടുങ്കാടുകളും കടന്ന് ഹെർക്കുലീസും പടയാളികളും വലിയൊരു പുൽമേട്ടിലെത്തി. പശുക്കളെയും കാളകളെയും അവിടെ മേയാൻ വിട്ടിട്ട് അവർ ക്ഷീണം കൊണ്ട് ഒരു മരത്തണലിൽ കിടന്ന് ഉറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ് ഉറക്കമുണർന്നപ്പോൾ അവിടെ മേഞ്ഞു നടന്നിരുന്ന പശുക്കളെയും കാളകളെയും കാണാതായി. ഹെർക്കുലീസും കൂട്ടരും നാലുപാടും അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്തിയില്ല. അപ്പോഴാണ് അടുത്തൊരു ഗുഹയിൽ കാക്കസ് എന്നൊരു ഭീകര രാക്ഷസൻ താമസിക്കുന്നുണ്ടെന്നറിഞ്ഞത്. അവന് 3 തലകളുണ്ട്. ആരെങ്കിലും മുന്നിൽ അകപ്പെട്ടാൽ അവൻ തൻ്റെ 3 വായിൽ നിന്നും തീയും പുകയും തുറന്നുവിടും. അതോടെ മുന്നിൽ അകപ്പെട്ടവരുടെ കഥ കഴിയും. അങ്ങനെ അവൻ ധാരാളം വീരന്മാരെ ചുട്ടരിച്ച് കൊന്നിട്ടുണ്ടത്രേ. തങ്ങളുടെ കാളകളെയും പശുക്കളെയും തട്ടിക്കൊണ്ടുപോയത് കാക്കസാണെന്ന് ഹെർക്കുലീസും കൂട്ടാളികളും ഊഹിച്ചു. താമസിയാതെ അവർ കാക്കസിൻ്റെ ഗുഹ അന്വേഷിച്ച് അവിടെയെങ്ങും ചുറ്റിത്തിരിഞ്ഞു. അപ്പോൾ വലിയ കരിമ്പാറ കൊണ്ട് അടച്ച ഒരു വലിയ ഗുഹ അവർ കണ്ടെത്തി. അതിനകത്തുനിന്ന് പേടിച്ചരണ്ട പശുക്കളുടെയും കാളകളുടെയും കരച്ചിലുയരുന്നതും അവർ കേട്ടു. സംശയിക്കേണ്ട, ഇതുതന്നെയാണ് കാക്കസിൻ്റെ ഗുഹ. വരൂ, നമുക്കവനെ നേരിടാം, ഹെർക്കുലീസ് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം എല്ലാവരും ഗുഹയ്ക്കരികിലേക്ക് പാഞ്ഞു. കവാടത്തിലുണ്ടായിരുന്ന മലയോളം വലിപ്പമുള്ള കരിമ്പാറ ഹെർക്കുലീസ് ഒറ്റയ്ക്ക് തന്നെ എടുത്തുപൊക്കി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇടിമുഴങ്ങും പോലുള്ള വലിയ ശബ്ദം കേട്ട് കാക്കസ് ഉറക്കെ അലറി. പിന്നെ 3 വായിൽ നിന്നും തീ തുപ്പിക്കൊണ്ട് അവൻ പുറത്തേക്ക് ചാടി. ഹെർക്കുലീസും കാക്കസും തമ്മിൽ അതിഭയങ്കരമായ ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. തീജ്വാല ഏൽക്കാത്ത വിധം ഹെർക്കുലീസ് ഒഴിഞ്ഞുമാറിക്കൊണ്ടിരുന്നു. കാക്കസ്, ജീവൻ വേണമെങ്കിൽ നീ തോൽവി സമ്മതിച്ച് കീഴടങ്ങിക്കൊള്ളൂ, ഹെർക്കുലീസ് മുന്നറിയിപ്പ് നൽകി. പക്ഷേ കാക്കസ് വീണ്ടും വീണ്ടും തീ തുപ്പി ഹെർക്കുലീസിനെ അതിക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഗത്യന്തരമില്ലെന്ന് കണ്ടപ്പോൾ ഹെർക്കുലീസ് തീജ്വാലകൾക്കിടയിലേക്ക് കുതിച്ചു ചാടി. എന്നിട്ടും കീഴടങ്ങാതായപ്പോൾ ഹെർക്കുലീസ് കാക്കസിനെ കടന്നുപിടിച്ച് കാൽമുട്ടുകൾക്കിടയിൽ വെച്ച് ഞെരിച്ചു. എന്തു പറയാൻ, അതോടെ ആ ദുഷ്ടരാക്ഷസന്റെ കഥ കഴിഞ്ഞു. ഹെർക്കുലീസും കൂട്ടാളികളും ഗുഹയിൽ കടന്ന് തങ്ങളുടെ പശുക്കളെയും കാളകളെയും രക്ഷിച്ചു. താമസിയാതെ വിജയാരവം മുഴക്കിക്കൊണ്ട് അവർ തങ്ങളുടെ നാട്ടിലേക്ക് യാത്രയായി.